നിങ്ങളുടെ അന്യഭാഷ പ്രാർത്ഥന അടുത്ത ഒരു റാങ്കിങ്ങിലേക്ക് കയറാൻ സമയമായി എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ സന്ദേശം പ്ലേ ചെയ്ത് കേൾക്കുന്നു എന്നുള്ളത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്നത്തെ ഈ സന്ദേശം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കും അന്യഭാഷയോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കും ഒരുപോലെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സന്ദേശമാണ്. പ്രധാനമാകുന്ന ചില പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്താൽ, നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ, നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇതിനകത്ത് പറയുമ്പോൾ അത് കമന്റിലൂടെ രേഖപ്പെടുത്തിയാൽ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ പ്രയോജനപ്പെടുന്നത് പോലെ നിങ്ങളിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. അന്യഭാഷ പ്രാർത്ഥന ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. ഒരു തടസ്സവുമില്ല, വാക്കിന് ഒരു തർക്കവുമില്ല. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും വിജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നതിനൊത്തവണ്ണമുള്ള വിജയം അവരുടെ ജീവിതത്തിൽ വരുന്നില്ല. പലരും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഡൗൺ ആവുക, എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ വേറെ വാക്കുകളില്ല. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പോലും വേറെ വാക്കുകളില്ല, എനിക്ക് അതൊന്ന് ശക്തി വരുന്നില്ല. അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ ഒരു ശക്തി വരുന്നില്ല. ഇതൊക്കെ വലിയ വാക്കുകളാണ്. അവർ ഈ പറയുന്നതൊക്കെ ഒരു മേജർ പ്രോബ്ലമാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരു മേജർ പ്രോബ്ലമാണ്. അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ ശക്തി വരുന്നില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അന്യഭാഷ പ്രവർത്തികളായി നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ അത് ശക്തിയുടെ അകമ്പടിയോടെ വേണം ആ ഭാഷ നമ്മുടെ നാവിലൂടെ പുറത്തു വരാൻ. ഹല്ലേലൂയ. അപ്പോൾ ശക്തിയും നമ്മൾ പറയുന്ന ഭാഷയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഭാഷ പോലെ തന്നെ പ്രധാനമാണ് ശക്തിയും. അത് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശക്തിയും, ശക്തി പോലെ തന്നെ പ്രധാനമാണ് പറയാനുള്ള ഭാഷയും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അന്യഭാഷ പറയുന്ന വ്യക്തിക്ക് ജയകരമായി ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലാക്ക് ഓഫ് പവർ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത ആ ഒരു ദൈവിക ഉദ്ദേശത്തിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് വന്നു ചേരാം, എങ്ങനെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കാം അന്യഭാഷ പ്രാർത്ഥനയിലൂടെ, എങ്ങനെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ആത്മാവിലെ ഭാഷയിലെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കൈവരിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടാം, എങ്ങനെ ഒരു ശക്തനായ ഒരു ശുശ്രൂഷകനായി മാറാം, എങ്ങനെ നിങ്ങൾക്ക് പ്രവചിക്കാം, ഇത്യാദി കാര്യങ്ങളാണ് ഒരു 15-20 മിനിറ്റുള്ള ഈ സന്ദേശം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഈ സന്ദേശം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, നിങ്ങളുടെയും കൂടെ ആഗ്രഹമാകണം. അതുകൊണ്ട് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അന്യഭാഷ പ്രാർത്ഥന വ്യത്യസ്തമാകുന്ന നിലയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്ന ഒരു തലം നിങ്ങൾക്ക് തുറന്നു കിട്ടണം. എന്തിനു വേണ്ടി ഞാൻ അന്യഭാഷ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു? വെറുതെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ ABCD പറയുന്നത് പോലെ പറയാനുള്ളൊരു ഭാഷയല്ല അന്യഭാഷ പ്രാർത്ഥന. നിങ്ങൾക്കറിയാമല്ലോ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയാണ്. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയാണ്. നമ്മളിപ്പോൾ വഴിയിൽ വെച്ച് പ്രൈം മിനിസ്റ്ററെ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിനെ കാണുകയാണ്. നമ്മൾ അദ്ദേഹത്തെ പെട്ടെന്ന് നമ്മളിങ്ങനെ വിസിൽ ചെയ്ത് വിളിക്കുകയോ, ഇങ്ങനെ കൈയടിച്ച് വിളിക്കുകയോ, ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുകയോ, ഓടിച്ചെന്നതിന് എന്തുകൊണ്ട് വിശേഷം, ചായ കുടിച്ചോ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. വെറുതെ നമ്മൾ സംസാരിക്കുമോ? നമ്മൾ വെറുതെ സംസാരിക്കത്തില്ല. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്യും? വിഷ് ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യും. നമ്മൾ അദ്ദേഹത്തോട് റെസ്പെക്റ്റോടെ സംസാരിക്കും. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാകും. ഇത് തന്നെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ദൈവത്തോടുണ്ടാകേണ്ട ഒരു മനോഭാവം. നമ്മൾ വന്ന് ഇരുന്നുടൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന മടുത്തു പോകുന്നതെന്ന് അറിയാമോ? ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. നമുക്കിപ്പോൾ കുറെ കടമുണ്ട്, നമുക്ക് മിനിസ്ട്രിയിൽ ശക്തനാകണം, നമുക്ക് നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം എന്ന് നമുക്ക് അറിയാവുന്നതല്ല നമ്മുടെ ലക്ഷ്യബോധം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിക്കണം.
ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ളതല്ല ലക്ഷ്യബോധം എന്ന് പറയുന്നത്. ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് ദൈവത്തോടുള്ള സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ എനിക്ക് വരാം, ആ തടസ്സങ്ങൾ ഞാൻ തകർക്കേണ്ടവനാണ്. അതിന് ദൈവാത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. ഈ പ്രാർത്ഥന ഏത് നിലയിൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണം, ഈ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കണം, ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് അതെങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ ഉള്ളുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന് എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സാത്താൻ അവിടെ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ ഇരുന്നുള്ള ഒരു ABCD പറയാനല്ല, ഇത് വ്യക്തമായി പ്ലാൻ ചെയ്ത് ഇവൻ നിശ്ചയദാർഢ്യത്തോട് ഇരുന്നൊരു പ്രാർത്ഥനയാണ്. നമുക്ക് ആ പരിസരത്തോട് ദർശിക്കാൻ ഒക്കത്തിൽ അവിടെ പോയാൽ നമുക്ക് തീ പിടിച്ച് നമ്മൾ കത്തിപ്പോകും എന്നുള്ളത് അവൻ അവിടെ സെൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാ ലക്ഷ്യബോധം. പലരും ലക്ഷ്യബോധം എന്താണെന്ന് മനസ്സിലാക്കിയേക്കുന്നത് അവർക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവരുടെ അവയർനെസ് ആണ് ലക്ഷ്യബോധം എന്നാണ്. നോ, അതല്ല ലക്ഷ്യബോധം. ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഈ പ്രെയർ എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് 10-15 മിനിറ്റ് അവർക്ക് വെറുതെ കളഞ്ഞു കിട്ടിയെന്ന് വരെ ചിന്തിക്കരുത്. അവർക്ക് എന്തെങ്കിലും അതിനകത്തുനിന്ന് കണ്ടന്റ് എടുക്കാൻ ഉണ്ടാകണം. അത് അവരുടെ സ്പിരിറ്റിനെ കത്തിക്കണം. അവർ പിന്നെ ദൈവവുമായിട്ട് അവർക്ക് ഈ വീഡിയോ അവർ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ദൈവവുമായിട്ട് കണക്ട് ആകണം. ഇതെന്റെ ലക്ഷ്യബോധമാണ്. അല്ലാതെ വെറുതെ കുറെ പേര് എന്റെ വീഡിയോ കണ്ട് അതിനൊരു ലൈക്ക് കൊടുത്ത് അതിനൊരു കമന്റ് ഇട്ട് എനിക്കൊരു അപ്രീസിയേഷൻ തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇത് നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടണം. എനിക്കതുകൊണ്ട് ഗുണമുണ്ട്. എനിക്ക് കർത്താവ് ഇരട്ടി കൃപ പകരും, അതെനിക്കറിയാം. ഇതൊക്കെ ലക്ഷ്യബോധങ്ങൾക്കകത്ത് പെടുന്ന ഒരു കാര്യമാണ്. അപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മടുത്തു പോകരുതെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രെയർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ഇത് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ അല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ വാക്കെടുക്കാം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മടുത്തു പോകരുതെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവണം, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വേണം. നിങ്ങൾ ഏത് രാജ്യവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം. അങ്ങനെ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ എഴുതി വെക്കാം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കാം, ഞാൻ ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കണം, അത് ഇത്ര സമയം പ്രാർത്ഥിക്കണം, അതിന് ദൈവത്തിന്റെ കൃപ ഞാൻ ആദ്യം ചോദിക്കണം എന്ന് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ലക്ഷ്യബോധം മനസ്സിലാക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റത്തും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത്, ദൈവത്തോട് സംസാരിക്കുന്നവനാകും ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നവനാകും. ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം. ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ തീരും എന്ന് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്തേ. പലരും ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോളം ആ സംസാരം എത്തുന്നില്ല. ഒന്നുകൂടെ പറയാം, പലരും ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാലും ദൈവത്തിങ്കലേക്ക് ആ സംസാരം എത്തുന്നില്ല. പലതും അന്തരീക്ഷത്തിൽ വെച്ച് ശത്രു ക്യാച്ച് ചെയ്യുകയാണ്. ഇപ്പോ ബാറ്റ് ചെയ്യുന്ന വ്യക്തി എതിരെ വരുന്ന ബോളിനെ ആൾ ഹിറ്റ് ചെയ്ത് ബൗണ്ടറിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ചെയ്യുന്നുവെങ്കിലും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ചെയ്യുന്നുവെങ്കിലും അവിടെ ഫീൽഡിങ്ങിന് നിൽക്കുന്ന ഒരുവന്റെ കൈവെള്ളയ്ക്കകത്ത് വരെ അവന്റെ ബോൾ പോയുള്ളൂവെങ്കിൽ ആൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ബൗണ്ടറി തൊട്ടില്ല, ആ ബോൾ ബൗണ്ടറി തൊട്ടില്ല. അതിനു മുന്നേ ഫീൽഡിൽ നിൽക്കുന്നവൻ ഫീൽഡർ അതിനെ ക്യാച്ച് ചെയ്തു. കാര്യം എന്താ? എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഗ്രഹത്തിനൊത്തവണ്ണം ഞാൻ ഹിറ്റ് ചെയ്തപ്പോ, ഞാൻ ബാറ്റ് ചെയ്തപ്പോ ആ പവർ ആ ബോളിനെ ബൗണ്ടറി തൊടിയിക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നില്ല. അർത്ഥം, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചാടിക്കേറി നമ്മൾ അന്യഭാഷ പ്രാർത്ഥിച്ചു തുടങ്ങാതെ നിങ്ങൾ കുറച്ച് സമയം കാമായിട്ടിരിക്കുക. നിങ്ങൾ പ്രെയർ റൂമിലേക്ക് കയറുമ്പോൾ കുറച്ച് സമയം നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന് നിങ്ങളൊന്ന് സ്റ്റിറപ്പ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ബോഡിയെ, നിങ്ങളുടെ സ്പിരിറ്റിനെ ഒരുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി എടുക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കുക. കാരണം നമ്മൾ ഒരുപാട് പൊല്യൂഷൻസിനകത്തുനിന്ന് ഇതിനകത്തോട്ട് കയറി വരുന്നേ അല്ലെ. നമ്മൾ ഒത്തിരി സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നാണ് വന്നു കയറുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവ് പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കയറി പെട്ടെന്ന് ഫയറായി വരിക എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതുപോലെ പ്രെയർ ലൈഫ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോ നിങ്ങൾക്ക് ഒരു തീയായി മാറുന്നതിന് മുൻപേ നിങ്ങൾക്കൊരു ഒരുക്കപ്പെടൽ ആവശ്യമാണ്. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്കകത്ത് നിന്ന്, നിങ്ങളുടെ ഒഫീഷ്യൽ
പ്രോബ്ലംസിനകത്ത് നിന്ന്, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്തുള്ള കുറേ പ്രശ്നങ്ങൾക്കകത്ത് നിന്ന്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ ബാറ്റിൽസിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഒരു ഫ്രീഡത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ആ വന്ന ഉടനെ നമ്മൾ ABCD പറയുന്നത് പോലെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നമ്മൾ പറയുന്ന പോലെ പ്രാർത്ഥന സ്വർഗം തൊടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ആ ഹിറ്റിംഗ്, ആ ഒരു ബാറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഫീൽഡറുടെ കൈക്കകത്ത് ചെന്ന് ബോൾ ഇരിക്കാൻ കണക്കിനേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. ബൗണ്ടറി തൊടിയിക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഈ പ്രാർത്ഥനയെ തടയുന്ന ഒരുപാട് ഡിമോണിക് പവർ, ഈവിൽ എനർജീസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഭേദിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരു പവർ ആദ്യം നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. അതിനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുന്നത്. പ്രാർത്ഥനകൾ സോളിഷ് ആയി കഴിഞ്ഞാൽ, അതായത് ദൈവമേ എനിക്കൊരു വീട് തരണേ, തെറ്റല്ല കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതും തെറ്റല്ലേ, എനിക്കൊരു വീട് തരണേ, എനിക്കൊരു കാറ് തരണേ, എന്റെ ഈ കടം മാറ്റി തരണേ, എന്റെ ജീവിതത്തിലെ പ്രശ്നം മാറ്റി തരണേ, ഇത് ഈ ലൈഫിൽ ഇങ്ങനെ നമ്മൾ വൈപ്പർ അടിക്കുന്നത് പോലെ അത് തന്നെ പറഞ്ഞ്, ഇത് തന്നെ പറഞ്ഞ്, അത് തന്നെ പറഞ്ഞ്, ഇത് തന്നെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു സോളിഷ് പ്രെയറായി മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. പകരം ഇതൊരു സ്പിരിച്വൽ പ്രെയർ ആയിട്ട് മാറണമെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലായി പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞ ആദ്യം ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. ദൈവസന്നിധിയിൽ കുറച്ച് സമയം കാമായിട്ടിരിക്കണം. ജസ്റ്റ് 1-2 പാട്ടുകൾ പാടാൻ പറ്റുമെങ്കിൽ പാടണം. സ്തോത്രം ചെയ്യണം. ദൈവത്തിന് നന്ദി പറയണം. ഈ സമയത്തെ സമർപ്പിക്കണം. നമ്മളൊന്ന് ഇമോഷണലി ബാലൻസ്ഡ് ആകണം. നമ്മൾ ഇമോഷണലി ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പോലെ ആകാതെ ഇമോഷണലി ബാലൻസ്ഡ് ആയി ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവിക ചൈതന്യം വെളിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് സമർപ്പിച്ച് വർഷിപ്പ് ചെയ്ത് നമ്മൾ മെല്ലെ പ്രാർത്ഥനയിലേക്ക് കടക്കുക. അന്യഭാഷയിലേക്ക് നമ്മൾ കടക്കുന്ന സന്ദർഭത്തിൽ അറ്റ്മോസ്ഫിയർ മെല്ലെ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു മടുപ്പങ്ങ് മാറും, ക്ഷീണമങ്ങ് മാറും. നിങ്ങൾ എന്താണോ ആദ്യം നിങ്ങൾ ഫേസ്, ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരുന്നു, അപ്പൊ തന്നെ കണക്ട് ചെയ്യുക ദൈവത്തിൽ, കർത്താവേ എന്റെ ഈ ശരീരത്തിന്റെ ക്ഷീണം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 2-3 സമയം അത് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒരുക്കുന്നതാണത്. പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മാനസികമായി നിങ്ങൾ അതിന് പ്രിപ്പയർ ആകുക. അപ്പോൾ നിങ്ങളുടെ ക്ഷീണം മാറുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാനസികമായി നിങ്ങൾ പ്രിപ്പയർ ആകുക. മെല്ലെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കും. ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവർത്തിച്ചൊരു വാക്ക് വരുന്നെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം അതൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ മുൻപോട്ട് നിങ്ങളൊരു ദിശാബോധമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ അതൊക്കെ സഹായിക്കും. നിങ്ങൾ അത് കുറിച്ചു വെക്കുക. ആമേൻ. എന്നിട്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അന്നേരവും ക്ഷീണം വരികയാണെങ്കിൽ അവിടുന്ന് ചാടി എഴുന്നേൽക്കുക. പലരും അവിടെ ഇരിക്കുന്നോടെ ഈ പ്രശ്നം വരുന്നത്. ചാടി എഴുന്നേൽക്കുക. നടന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെയും വന്നിരിക്കുക. ജസ്റ്റ് നിങ്ങൾ വെള്ളം എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ കുടിച്ച് വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ് ദൈവം എഴുന്നേറ്റ് പോകത്തൊന്നുമില്ല. പലരുടെയും പല തെറ്റിദ്ധാരണകൾ വേണം നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട്. നോക്കൂ, നമ്മൾ തന്നെ നമ്മളെ ഒരുക്കുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു സെൽഫ് എഡിഫിക്കേഷൻ ടൈമാണ് ആക്ച്വലി പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തോ ദൈവസന്നിധിയിൽ കിടന്ന് നമ്മൾ സമരം ചെയ്ത് വേണ്ട വിപ്ലവം ഒക്കെ ഉണ്ടാക്കി ദൈവം പേടിച്ച് നമുക്ക് എന്തെങ്കിലും തരുന്നൊരു കാര്യമല്ല. നമുക്ക് തടസ്സം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സം നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ കരുണയുള്ള ദൈവമാണ്. നമ്മുടെ തടസ്സം നമ്മളും നമ്മുടെ കുറെ ഇമോഷണലായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ചിന്തകളും നമ്മുടെ അവിശ്വാസം പലരും എന്നോട് ഫയർ ചെയ്ത് എന്നെ വഴക്ക് പറഞ്ഞ് മെസ്സേജുകൾ ഇടാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. ഞാൻ മെസ്സേജ് ഒക്കെ ചെയ്യുന്ന ഞാൻ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ ദൂതൊക്കെ കേട്ടിട്ട് പാസ്റ്റർ ഇതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഇവിടെ നാള് കുറേയായി ഇതൊക്കെ ശ്രമിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല, ഈ വാഗ്ദത്വവും ദൂതും പ്രവചനവും ഒക്കെയുള്ളൂ, ഒന്നും നടക്കുന്നില്ല. സുഹൃത്തെ, നിങ്ങളുടെ ഇമോഷൻസിൽ നിന്നാണ് നിങ്ങളത് പറയുന്നത്. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്നുണ്ടെങ്കിൽ സാത്താൻ സക്സസ് ആയി ഇത് മറുവശത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളെ എത്തിച്ചുവെങ്കിൽ, അങ്ങനെ പറയത്തക്കവണ്ണം എത്തിച്ചുവെങ്കിൽ മറുവശത്ത് നിന്ന് സാത്താൻ പറയുന്നുണ്ട് ഞാൻ സക്സസ് ആയി. കാരണം നിങ്ങളത് പറയണം. നമ്മളെ സംശയിക്കുന്ന ഒരു വ്യക്തിയാക്കി, മടുപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരുവനാണ് സാത്താൻ.
അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ സംശയിക്കരുത്, അവർ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശബ്ദത്തിന്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കുക, നിങ്ങളുടെ ശബ്ദത്തിന് ഭാഷയും അർത്ഥവും കൊടുക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നു. അപ്പോൾ ആ നിങ്ങളൊരു ശബ്ദം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നല്ലോ, ഞാൻ ഈ സംസാരിക്കുന്ന വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു ശബ്ദം കൊടുക്കുമ്പോൾ എന്റെ അകത്തുനിന്നാണ് ഈ ശബ്ദങ്ങൾ വാചകങ്ങളായി നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഇതുപോലെയാണ് അന്യഭാഷ പ്രാർത്ഥന. നമ്മളൊരു ശബ്ദം കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ഇനിഷ്യേറ്റീവ്. നമ്മുടെ ക്യാപിറ്റലാണ് അത്. ആക്ച്വലി നമ്മൾ ഞാൻ തയ്യാറാകണം ശബ്ദം കൊടുക്കാൻ. ഞാൻ ശബ്ദം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ആത്മാവാണ് ആ ശബ്ദത്തിന് ഒരു വാക്കും വാചകങ്ങളും കൊടുത്ത് അതിനെ പ്രാർത്ഥനകളാക്കി ദൈവത്തിന് അർപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേ പ്രശ്നം വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ആ വാക്ക് നിങ്ങളൊന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ഒന്ന് കമന്റ് ചെയ്യാവോ? കാരണം നാളെ ഇത് പലരും എടുത്ത് നോക്കുമ്പോൾ അവർക്കൊരു ദൂത. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. യെസ്, ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കാറില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകാറുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല, ഞാൻ വീഡിയോ എടുക്കാൻ തയ്യാറായി. പക്ഷെ അപ്പൊ പരിശുദ്ധാത്മാവ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ആരും ഒന്നും കുറിച്ചു വെച്ചിട്ടില്ല, ഒരു വചനം മാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ മിനിസ്ട്രി മാറാൻ സമയമായി, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ സമയമായി, നിങ്ങളുടെ സ്പിരിച്വൽ റാങ്കിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സമയമായി, നിങ്ങളിലെ പ്രൊഫറ്റ് പുറത്തു വരാൻ സമയം. ഓ താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രൊഫറ്റ് പുറത്തു വരാൻ സമയമായി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങളിലത്തെ പ്രൊഫറ്റ് പുറത്തു വരാൻ സമയമായി. നിങ്ങൾ പ്രവചിക്കാൻ സമയമായി. എങ്ങനെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും? നിങ്ങൾ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ആ പ്രാർത്ഥനകൾക്കകത്തുകൂടെ ആശയരൂപത്തിൽ, ചിന്താരൂപത്തിൽ, ബോധ്യങ്ങളിൽ നിങ്ങളുടെ അകത്ത് ഇങ്ങനെ നിറച്ചു തരും. അതൊരു പ്രൊഫസിയാണ്. അത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ളവരോടായിരിക്കാം, നിങ്ങളുടെ സഭയോടായിരിക്കാം, നിങ്ങളുടെ ദൈവദാസനോടായിരിക്കാം, നിങ്ങളുടെ ചർച്ചിനോടായിരിക്കാം, നിങ്ങളുടെ രാജ്യത്തോടായിരിക്കാം. അതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ റോബോട്ടുകൾ സർജറി ചെയ്യാൻ തുടങ്ങി. റോബോട്ടുകൾ ഹോസ്പിറ്റൽസിൽ സർജറി ചെയ്യാൻ തുടങ്ങി. എറണാകുളത്തൊക്കെയുള്ള പ്രശസ്തമായ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പൊ റോബോട്ടിക് സർജറി ഇപ്പൊ സജീവമാണ്. എന്നാൽ അത് വരുന്നതിന് മുൻപേ ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ പറയുന്നതല്ല കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചില വർഷങ്ങളാകുന്നു, റോബോട്ടുകൾ ചിലത് ചെയ്യുന്ന ഒരു സമയം വരുന്നു എന്ന് എൻ്റെ സ്പിരിറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു, എന്തോ റോബോട്ടിക് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിൽ വരാൻ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് വരാൻ സമയമായി. ഇതിനെക്കുറിച്ച് ഈ ആത്മാവ് പറയും. ഞാൻ ആരോടും പറഞ്ഞില്ല. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ല, നമ്മൾ എങ്ങനെ പറയും? നമുക്ക് അത്ര ഡീപ്പായിട്ട് കർത്താവ് അതിനെ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇത്രയും പറഞ്ഞു തന്നു, റോബോട്ടുകൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നിലയിൽ ലോകം മാറാൻ പോകും. എനിക്കത് മനസ്സിലായി. പക്ഷെ അത് അത്ര നല്ല കാര്യമല്ല എന്ന് എൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ റോബോട്ട് സർജറി ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളിലോട്ട് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ര മാത്രം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു തരുന്നുമുണ്ട്. എനിവേ, അപ്പോൾ ആ റോബോട്ടിക് സർജറി ഇപ്പോൾ സജീവമായി പല രാജ്യങ്ങളിലും ഉണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ അത് സജീവമായി നടക്കുന്നു. അതുപോലെ റോബോട്ടുകൾ തന്നെ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു നിലവാരത്തിലേക്ക് നമ്മുടെ ലോകം മാറിക്കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, എന്നെ അറിയിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഞാനത് ആരോടും ഷെയർ ചെയ്തില്ല. കാരണം എനിക്ക് അറിയത്തില്ല, അത്ര ഡീപ്പായിട്ട് പറയാൻ എനിക്ക് ഒരു അറിവ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ കാര്യം പ്രാബല്യത്തിൽ വന്നപ്പോൾ എനിക്ക് ക്ലിക്കായി. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ റോബോട്ട് ഈ റോബോട്ടാണ്, സംവിധാനങ്ങൾ ഈ സംവിധാനമാണ്, കാര്യങ്ങൾ ഈ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ
അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ദൈവം നിങ്ങളോട് ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ സഭയെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ചില രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കും. എന്തിന്? അതിനുവേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ, അത് ചിലപ്പോൾ ഒരു വ്യക്തിയോട് പറയാൻ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് അറിയിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളെ അതിശക്തനായ ഒരു പ്രവാചകനാക്കി മാറ്റും. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണം. അതെങ്ങനെയാണ്? വചനം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വായിച്ച മെത്തേഡിൽ, ആ വചനത്തിന്റെ ആ റൂട്ടിൽ ഏത് ദൂതാണോ ആ റൂട്ട് പിടിച്ച് ആത്മാവ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ 91-ാം സങ്കീർത്തനം വായിച്ചു. 91-ാം സങ്കീർത്തനം മലയാളത്തിൽ വായിച്ച, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വായിച്ച, അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ വായിച്ച നിങ്ങൾ അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ 91-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്ന സകല കാര്യങ്ങളും ആത്മാവ് ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കാനായി പ്രവർത്തിക്കും. സജീവമായി പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഒരു ബേസിലാണ് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമാക്കാൻ കഴിയും നിങ്ങളുടെ അന്യഭാഷ. സമയത്തിന് മുമ്പോട്ട് പോയല്ലേ? അങ്ങനെ നിങ്ങളുടെ അന്യഭാഷ വ്യത്യസ്തമാക്കിയാൽ നിങ്ങളുടെ വിജയത്തിന്റെ ശതമാനങ്ങൾ വർദ്ധിക്കും. കോളേജ് സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടെങ്കിൽ, പഠിക്കുന്ന മക്കളുമാർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു സബ്ജക്ട് എടുത്ത് വെച്ചിട്ട് ആ സബ്ജക്റ്റിനെ പുറത്ത് കൈവച്ച് ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ മക്കളുണ്ടെങ്കിൽ അയച്ചു കൊടുക്കണം കേട്ടോ ഈ വീഡിയോ, അവർക്ക് പ്രയോജനപ്പെടും. നിങ്ങളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ, നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യാനിരിക്കുന്നു, നിങ്ങളൊരു അക്കൗണ്ട്സ് ചെയ്യാനായിട്ടിരിക്കുന്നു, നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നു, നിങ്ങളൊരു ഒരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനിരിക്കുന്നു, നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, ആ സബ്ജക്റ്റിന്റെ പുറത്തോട്ട് നിങ്ങൾ കൈവച്ച് നിങ്ങൾ കർത്താവേ ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്ന കാര്യവും മീനിന്റെ കാര്യവും പിന്നെ ബാങ്കിലെ കാര്യം ഒന്നും ആത്മാവ് പ്രാർത്ഥിക്കത്തില്ല. ആത്മാവ് കറക്റ്റ് ആ വിഷയത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കും. ആ വിഷയത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കും. അവിടെ ഡെലിവറൻസ് നടക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? വിശ്വസിക്കണ്ട. നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ഇടൂ. ഹല്ലേലൂയ. ആ നിലയിൽ നിങ്ങളുടെ ദൈവം ഇതാ ആഗ്രഹിക്കുന്നേ. ദൈവം ആഗ്രഹിക്കുന്നത് ഈ വെളിപ്പാടുകളും ഈ സത്യങ്ങളും ഈ യാഥാർത്ഥ്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളായി പറയുന്നത് നമുക്ക് 24 മണിക്കൂറും, നമ്മളല്ല ലോകത്തിന്, നമുക്ക് എപ്പോഴും സ്വർഗവും നരകവും പറയാൻ മാത്രമേ സമയമുള്ളൂ. ഈ സ്വർഗവും നരകവും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ സ്വർഗത്തിൽ പോണെങ്കിൽ നരകത്തിൽ പോണെങ്കിൽ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. വേറെ നരകത്തിൽ പോണെങ്കിൽ ആ രീതിയിൽ ജീവിക്കണം, സ്വർഗത്തിൽ പോണെങ്കിൽ ആ രീതിയിൽ ജീവിക്കണം. നമുക്ക് ജീവിക്കുന്നതിനകത്ത് ചെയ്യുവാൻ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ആ കാര്യങ്ങളെ ഈ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണം, നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാകണം, നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാകണം. അത് പ്രസംഗം കൊണ്ട് മാത്രമാകരുത്, അത് പ്രാർത്ഥന കൊണ്ട് മാത്രമാകരുത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകരുത്, നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാകണം. നമ്മൾ പറയുന്നവർ മാത്രമാകരുത്, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാകണം. ആ നിലയിൽ നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാൽ, ക്രിസ്തു അപ്പം 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 വചനം അപ്പം വചനം അപ്പം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആ കൂടി വന്നിരുന്ന സ്ത്രീ പുരുഷന്മാർക്കെല്ലാം വയർ നിറയുമായിരുന്നു. ക്രിസ്തു അപ്പത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ക്രിസ്തു അപ്പം നുറുക്കി വെളിപ്പെടുത്തി. ക്രിസ്തു വിശപ്പിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ക്രിസ്തു വിശപ്പ് അടക്കാനുള്ള അപ്പവും കൊടുത്ത് അവരുടെ വിശപ്പ്, ഭൗതികമാകുന്ന വിശപ്പ്, അവരുടെ വയറിന്റെ വിശപ്പും ക്രിസ്തു പരിഹരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പ്രസംഗവും മാത്രമായി പോകരുത്. ജീവിതത്തിൽ നമ്മൾ ക്രൈസ്റ്റിനെ വെളിപ്പെടുത്തുന്നവരാകണം, ക്രിസ്തു ശിഷ്യന്മാരാകണം, ക്രിസ്തുവിന്റെ പാത പിൻപറ്റുന്നവരും ആ പാത പറഞ്ഞു കൊടുക്കുന്നവരും ആ പാതയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നവരുമാകണം. എങ്കിലേ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ സ്വർഗം പ്രസംഗിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകൂല. ഹല്ലേലൂയ. നരകം പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് ആരും സ്വർഗത്തിലോട്ട് പോകാനും പോകുന്നില്ല. ജീവിതത്തിൽ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതിനെ മറ്റുള്ളവർക്കും അത് പിന്തുടരാൻ പറ്റും. അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ നമ്മൾ ചിലതൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർ അത് പിൻപറ്റുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ടൊരു
അബാക്കസിൽ ഒരു ഡൗട്ട് ചോദിച്ചു. അബാക്കസിൽ അപ്പൊ ഞാനിരുന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഏതാണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ പറഞ്ഞിട്ട് ഇവക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവസാനം ആ ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്തപ്പോ അടുത്ത സെക്കൻഡ് പോലെ അവൾ ചെയ്ത് മുമ്പോട്ട് പോവാ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ അത് ആ കുട്ടിയുടെ പ്രശ്നമാണോ? ആ കുട്ടിക്ക് പഠിക്കേണ്ടാഞ്ഞിട്ടാണോ? അല്ല. ആ കുട്ടിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് അത് പ്രാക്ടിക്കലി ഞാൻ കാണിച്ചപ്പോൾ ആ കുട്ടി അടുത്ത സംശയം എന്നോട് ചോദിച്ചില്ല, ആ കുട്ടി താനേ ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം കേട്ടോ. നമ്മൾ ഉപദേശിച്ചു എന്ന് പറഞ്ഞ്, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ്, നമ്മൾ ഒരാളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് ആ വ്യക്തി ക്രിസ്തുവിലാകത്തില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലത് കാണിച്ചു കൊടുത്താലേ, ഫലം പറഞ്ഞിട്ട് കാര്യമില്ല, ഫലം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താലേ ക്രിസ്തുവിലാവും. ഹല്ലേലൂയ. എൻ്റെ മെസ്സേജ് പറഞ്ഞ സമയത്തേക്കാൾ ഒരു 5-10 മിനിറ്റ് മുന്നോട്ട് പോയി. പക്ഷെ പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വർഗം ആക്സസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരാം. അന്തരീക്ഷത്തിൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തകർക്കുന്ന വ്യക്തിയായി തീരാം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഡെയിലി ഇതിനകത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഈവനിങ് 6:30 നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ ഇതുപോലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഈ ചാനലിൽ ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്കുകളും അതുപോലെ ഇതിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടണമെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എല്ലാ വീഡിയോസിന്റെ ലിങ്കും അനൗൺസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കുമല്ലോ. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ വീഡിയോ മിനിമം 10 പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. മിനിമം 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യണം. അവർ അടുത്ത വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തണം. അവർ യേശുവിനെ അനുഗമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർ കർത്താവിന്റെ പെറ്റായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അബ്രഹാം എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. മോശ ആരായിരുന്നു? മോശ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താ? ഞാൻ അടുത്തറിഞ്ഞ മനുഷ്യനെന്നാ പറയുന്നത്. മോശയെ ദൈവം അഡ്രസ് ചെയ്യുന്നത് ഞാൻ അടുത്തറിഞ്ഞ മനുഷ്യനെന്നാ. എൻ്റെ ആഗ്രഹം അതാ. എന്നെ എൻ്റെ ദൈവം അടുത്തറിയണം, നിങ്ങളെയും എൻ്റെ ദൈവം അടുത്തറിയണം. നമുക്ക് നമ്മുടെ ദൈവത്തെ അടുത്തറിയണം. അതിന് തീർച്ചയായും പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ ഉള്ളങ്ങൾ ആരായുന്ന പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കും. ഞാനിപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തെ ദൈവകൈയിൽ ഏൽപ്പിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനവും യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. അത്ഭുതകരമാകുന്ന ഒരു സ്പർശനം ഇവരുടെ മേലുണ്ടാകട്ടെ. ഇപ്പോൾ ആത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന, അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പൈതലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ അഭിഷേകം പ്രാപിക്കട്ടെ. അവരുടെ സ്പിരിറ്റ് ഇപ്പോൾ തന്നെ ആമേൻ ഒരു പുതുശക്തി കൊണ്ട് നിറയട്ടെ. ഇവരുടെ ശരീരത്തിൽ സ്വർഗീയ വൈബ്രേഷൻ വെളിപ്പെടട്ടെ. ഇലക്ട്രിക് തരംഗങ്ങൾ ശരീരത്തിനകത്തുകൂടെ പാസ് ചെയ്യുന്നത് പോലെ ഒരു ദൈവത്തിന്റെ തീ ഇവരുടെ മേൽ പകരപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരേത് വിഷയത്തിലിരിക്കുന്നോ ആ വിഷയത്തിൽ പൂർണ്ണമാകുന്ന ഒരു വിടുതൽ, പൂർണ്ണമാകുന്ന ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.